യാത്രക്കിടെ കളഞ്ഞുപോയ 4.5 പവന്റെ താലിമാല 9ാം നാൾ വീട്ടുപടിക്കൽ പ്രത്യക്ഷപ്പെട്ടു. ഒപ്പം മാപ്പ് അപേക്ഷിച്ചുകൊണ്ടുള്ള ഒരു കത്തും. ഇതിന്റെ സന്തോഷത്തിലും അമ്പരപ്പിലുമാണ് പൊയ്നാച്ചി പറമ്പയിലെ വീട്ടമ്മയായ ഗീതയും കുടുംബവും. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്. കഴിഞ്ഞ തിങ്കളാഴ്ച, അതായത് ആഗസ്റ്റ് 4-നാണ് സംഭവത്തിന്റെ തുടക്കം. വൈകുന്നേരം പൊയ്നാച്ചിയിൽ നിന്നും ബന്തടുക്കയിലേക്ക് പോകുന്ന സ്വകാര്യ ബസ്സിൽ കയറി പറമ്പിലെ വീട്ടിലെത്തിയതായിരുന്നു ഗീത. രാത്രിയിൽ ഭർത്താവ് വന്നപ്പോൾ ഭാര്യയുടെ കഴുത്തിൽ മാല കണ്ടില്ല. ഇതേക്കുറിച്ച് ചോദിച്ചപ്പോഴാണ് 4.5 പവന്റെ സ്വർണമാല കാണാതായ കാര്യം ഗീത പോലും അറിയുന്നത്. ഉടൻ തന്നെ വീടിനകത്തും ചുറ്റുപാടുമെല്ലാം അരിച്ചുപെറുക്കിയെങ്കിലും മാല കണ്ടെത്താനായില്ല. ഇതോടെ മാല നഷ്ടപ്പെട്ടത് ബസ്സിൽ വെച്ചായിരിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പിച്ചു. ഇതേ തുടർന്ന് പിറ്റേ ദിവസം രാവിലെ തന്നെ മേൽപ്പറമ്പ് പോലീസിൽ പരാതി നൽകി. വൈകിട്ട് ബസ്സിലെ ജീവനക്കാരെ നേരിൽ കണ്ടും പിന്നാലെ ഉടമയെ ഫോണിൽ ബന്ധപ്പെട്ടും വിവരം പറഞ്ഞു. പക്ഷേ നിരാശയായിരുന്നു ഫലം. അറിയുന്ന വാട്സാപ്പ് ഗ്രൂപ്പുകളിലേക്കെല്ലാം സന്ദേശം അയച്ചുവെങ്കിലും ഒരു രക്ഷയുമുണ്ടായില്ല. 3-4 ദിവസം കഴിഞ്ഞതോടെ വലിയ നിരാശയോടെയാണെങ്കിലും മാല തിരിച്ചു കിട്ടാൻ സാധ്യതയില്ലെന്നത് മനസ്സിലുറപ്പിച്ചു. ഇതേ നിഗമനത്തിൽ തന്നെയായിരുന്നു ആശ്വസിപ്പിക്കാനെത്തിയ അയൽക്കാരും ബന്ധുക്കളും. ഇതിനെല്ലാം പിന്നാലെയാണ് ഇവരെ എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് 9ാം നാളിൽ മാല മാപ്പപേക്ഷയോടുകൂടിയുള്ള അജ്ഞാത കത്തുമായി വീട്ടിൽ പ്രത്യക്ഷപ്പെട്ടത്. രാവിലെ ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. 10:30 ദാമോദരൻ പുറത്തിറങ്ങാൻ നേരം സിറ്റൌട്ടിൽ മാലയും കത്തും കൊണ്ടുവച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ചൊവ്വാഴ്ച ഞങ്ങൾ മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ, ചട്ടഞ്ചാലുള്ള മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുത്തു. അതുപോലെ തന്നെ വൈകുന്നേരം തിങ്കളാഴ്ച കയറിയ അതേ ബസ്സിലെ ആളുകളെ ചൊവ്വാഴ്ച വൈകുന്നേരം ഡ്രൈവറെ കണ്ടു, കണ്ടക്ടറെ കണ്ടു. പക്ഷേ സാധാരണഗതിയിൽ ഇപ്പോൾ ബസ്സിൽ CCTV ഉണ്ടാവുന്നുള്ള ആ ഒരു പ്രതീക്ഷയായിരുന്നു നമുക്ക്. പക്ഷേ എന്തോ ദൗർഭാഗ്യത്തിന് ആ ബസ്സിൽ CCTV ഇല്ല എന്നാണ് പറഞ്ഞത്. ആ ബസ്സിൻ്റെ ഓണറെ വിളിച്ചു. അപ്പോൾ അവരോടൊക്കെ കാര്യങ്ങൾ സംസാരിച്ചു. പക്ഷെ ഒരു രക്ഷയില്ല. പിന്നെ ഞങ്ങളുടെ പരിചയമുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഈ വിവരം ഇട്ടു. എല്ലാവരോടും ഇത് പരമാവധി ഷെയർ ചെയ്യുന്നതിന് പറയുകയുണ്ടായി. അതങ്ങനെ കാസർഗോഡ് ജില്ലയിൽ ഒട്ടുമിക്ക ഗ്രൂപ്പുകളിലേക്കും ഈ വാർത്ത പ്രചരിച്ചു. ഒരു 2, 3, 4 ദിവസം കഴിഞ്ഞപ്പോൾ നമുക്ക് ഇത് മാല ഇനി തിരിച്ച് കിട്ടില്ല, അത് നഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് വിചാരിച്ചത്. പക്ഷെ ആകസ്മികമായി ഇന്ന് രാവിലെ ഞങ്ങളിവിടെ പുറത്തൊക്കെ കുറേ തവണ പോയതാണ്. പക്ഷെ ഞാൻ അവസാനം ഒരു 10:30 മണിക്ക് കുളിച്ച് പുറത്ത് പോകാൻ വേണ്ടി പുറത്തിറങ്ങുമ്പോൾ ആദ്യം തന്നെ വീട്ടിൻ്റെ പടി കഴിഞ്ഞപ്പോൾ എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നു ഇങ്ങനെ ഈ മാലയും ഒരു കത്തും പുറത്ത് സിറ്റൗട്ടിൽ സീറ്റിൻ്റെ പുറത്ത് നിൽക്കുന്നതാണ്. ഒറ്റ ഓട്ടത്തിൽ തന്നെ എനിക്ക് മനസ്സിലായി ഭാര്യയുടെ മാലയാണ്. 27 വർഷമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മാലയാണ്. അതുകൊണ്ട് ഒറ്റ ഓട്ടത്തിൽ കാണുമ്പോൾ തന്നെ ഞാൻ അങ്ങനെ പെട്ടെന്ന് അത്ഭുതപ്പെട്ട് നിലവിളിച്ചു പോയി. നമ്മൾ ഭാര്യയെ വിളിച്ചു പരിശോധിക്കുമ്പോൾ ഇങ്ങനെ ഒരു കത്തുണ്ട്. ഇതെങ്ങനെയാണ് അദ്ദേഹത്തിന് കിട്ടിയതെന്ന് കത്തിൽ അദ്ദേഹം പറയുന്നില്ല. അജ്ഞാത കത്തിലെ ഉള്ളടക്കം ഇങ്ങനെയായിരുന്നു: ഈ മാല എന്റെ കയ്യിൽ കിട്ടിയിട്ട് ഇന്നേക്ക് 9 ദിവസമായി. ആദ്യം സന്തോഷിച്ചു. കയ്യിലെടുക്കുന്തോറും എന്തോ ഒരു നെഗറ്റീവ് ഫീലിങ്സ്, ഒരു വിറയൽ. പിന്നെ കുറെ ആലോചിച്ചു, എന്തു ചെയ്യണം. വാട്സാപ്പിൽ മെസ്സേജ് കണ്ടു, കെട്ടുതാലിയാണ്. പിന്നെ തീരുമാനിച്ചു, വേണ്ട, ആരാന്റെ മുതൽ വേണ്ടാന്ന്. അങ്ങനെ അഡ്രസ് കണ്ടുപിടിച്ചു. എന്നെ പരിചയപ്പെടുത്താൻ താല്പര്യമില്ല. ഇത്രയും ദിവസം കയ്യിൽ വെച്ചതിന് മാപ്പ്, വേദനിപ്പിച്ചതിനും മാപ്പ്. പേര് വിവരങ്ങളൊന്നുമില്ലാത്ത കത്തിന്റെ താഴെ കുണ്ടംകുഴി എന്നും എഴുതിയിട്ടുണ്ട്. ആരാണ് ഇങ്ങനെയൊരു കത്തെഴുതി വെച്ച് മാല തിരികെ ഏൽപ്പിച്ചതെന്നോ എവിടെ വെച്ച് എപ്പോൾ എങ്ങനെയാണ് അദ്ദേഹത്തിന് ഇത് കിട്ടിയതെന്നോ സംബന്ധിച്ച ഒരു സൂചനയും ഇതുവരെ ലഭിച്ചിട്ടില്ല. ഏതായാലും മഹാമനസ്കനായ ആ അജ്ഞാതനോട് അങ്ങേയറ്റം കടപ്പെട്ടിരിക്കുകയാണ് ഇപ്പോഴീ കുടുംബം. ഒപ്പം ഇന്നത്തെ നിലയിൽ വലിയ നഷ്ടമുണ്ടായതറിഞ്ഞ് ആശ്വസിപ്പിക്കാനെത്തിയ അയൽക്കാരോടും. ഏതായാലും എങ്ങനെ അദ്ദേഹത്തിന് കിട്ടിയെന്ന് അദ്ദേഹം അതിൽ പറഞ്ഞിട്ടില്ല. ഏതായാലും അദ്ദേഹത്തിന് അങ്ങനെ ഒരു തിരിച്ചു തരാനുള്ള നല്ല മനസ്സ് തോന്നിച്ചതിന് ഞങ്ങൾ ജഗദീശ്വരനോട്, ഈശ്വരനോട് നന്ദി പറയുന്നു. അതോടൊപ്പം ആ വ്യക്തിയോടും നന്ദി പറയുന്നു. അതോടൊപ്പം ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ദുരന്തം വന്നപ്പോൾ അങ്ങനെ വലിയൊരു ജീവിതത്തെ ബാധിക്കുന്ന ഒരു കാര്യമല്ലെങ്കിലും ഇന്നിപ്പോൾ 4.5 പവൻ എന്ന് പറയുമ്പോൾ നമ്മൾ പുതിയതൊന്ന് വാങ്ങിക്കണമെങ്കിൽ ഒരു 4 ലക്ഷം രൂപ വേണം. ആ ഒരു ദുഃഖകരമായ ഒരു അവസ്ഥ വന്നപ്പോൾ ഞങ്ങൾ അയൽവക്കത്തുകാരും ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ ഞങ്ങളെ പരമാവധി ആശ്വസിപ്പിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്ത എല്ലാവർക്കും നന്ദി പറയാൻ ഞങ്ങൾ ഈ അവസരത്തിൽ നന്ദി പറയുന്നു. കയ്യിൽ കിട്ടിയ മാല അല്പം വൈകിയാണെങ്കിലും തിരികെ നൽകിയ ആ നന്മ മനസ്സിന്റെ ഉടമ ആരാണെന്നറിയാൻ വിഷയമറിഞ്ഞവർക്കെല്ലാം ആകാംക്ഷയും ആഗ്രഹവുമുണ്ട്. എന്നാൽ അതത്ര എളുപ്പമല്ലെന്നും അതിന്റെ ആവശ്യമില്ലെന്നുമാണ് പലരും പറയുന്നത്. ന്യൂസ് ബ്യൂറോ, ഉദുമ.